എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾക്ക് ഈ മന്തിയുടെ ഇത് കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു ഈറ്റിംഗ് ചലഞ്ച് ആണെന്ന്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈറ്റിംഗ് ചലഞ്ചില് 2 വ്യക്തികൾ കൂടിയുണ്ട്. ഒന്ന് അച്ഛനാണ്, ഒന്ന് ചേട്ടായിയാണ്. ക്യാമറാമാനും ഉണ്ട്. അപ്പൊ ഞാനും ഇവനും തമ്മിലാണ് ആദ്യം മത്സരിക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാവരും ഒറ്റ ഇതിൽ തന്നെയാണ്. ഞാനും ഇവനും തമ്മിൽ ആരാണ് ജയിക്കുന്നതെന്ന് നോക്കും. അച്ഛയും ചേട്ടായും തമ്മിൽ ആരാണ് ജയിക്കുന്നത് നോക്കും. ഇല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരോടും നോക്കി എന്തായാലും ഞങ്ങൾ ജയിക്കില്ല. അതുകൊണ്ടാണ് അങ്ങനെയാണ് നമ്മുടെ ഗെയിം പോകുന്നത്. എന്നിട്ട് ലാസ്റ്റ് ഈ ജയിച്ചവര് തമ്മിൽ വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമ്മുടെ ഇത് ഇത്രേ ഉള്ളൂ. അതിൽ ആരാണ് ജയിക്കുന്നത് അവർ രണ്ടുപേരുമായിരിക്കും വിന്നർ. ഈ ടീമിൽ ആരാണ് വിന്നർ അവരായിരിക്കും വിന്നർ. ഈ ടീമിൽ ആരാണ് വിന്നർ അവരായിരിക്കും വിന്നർ. അതാണ് നമ്മുടെ ഇന്നത്തെ ഗെയിം. എനിക്ക് അറിയില്ല ഇതിനെക്കുറിച്ച്, ഇതുവരെ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അപ്പൊ നമുക്ക് ചെയ്യാം, തുടങ്ങാം. നമ്മുടെ വീഡിയോയിലേക്ക് നേരെ പോവാം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ അളവല്ല. ഞാനും കുഞ്ഞും ഒരേ അളവാണ്, ഇവർ രണ്ടുപേരും ഒരേ അളവാണ്. അല്ലാണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇവര് വേറെ ടീം ഞങ്ങൾ വേറെ ടീമാട്ടോ. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ അളവ് ഇട്ടിട്ടുണ്ട്. ചേട്ടായിക്കും അച്ഛനും ഒരേ അളവ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ചിക്കൻ പീസും അതുകൂട്ടൊക്കെ തന്നെയാട്ടോ ഇട്ടേക്കുന്നത്. അപ്പൊ നോക്കി ഇത് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം വേണമെങ്കിൽ തുറന്നു വെച്ചിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് എടുത്ത് കുടിക്കാം. നോക്കിട്ട് ചലഞ്ചിലേക്ക് പോവാം. ടൈമർ വെച്ചോ. അപ്പൊ ഗൈസ് നമ്മൾ ടൈമർ വെക്കാൻ പോവാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. കോൺസെൻട്രേഷൻ. ഇതെനിക്ക് ഉറപ്പാ കണ്ണനെ ജയിക്കുള്ളൂ. ജയിഞ്ഞാലും കണ്ണനിലും കണ്ണനെ ജയിക്കുള്ളൂ. ആർക്ക്? ഒരു കൈ കഴിച്ചിട്ട് പതിയെ കുഞ്ഞു കണ്ണന്റെ എന്താണ്ടൊക്കെ ആയി വരുന്നുണ്ട്. ഇവനും ഞാനിവിടെ ഇങ്ങനെ അച്ഛ വെള്ളം കുടിച്ചിരിക്കുന്നു. ആദ്യമായിട്ട് അതേട്ടില്ല. ചേട്ടായി എന്തൊക്കെയോ പറയുന്നുണ്ട്. അവളെ ഒച്ച എടാ, അവളെ ഒച്ച എന്ന് പറയും. പക്ഷെ അവളുടെ ഇതിനകത്ത് കുറയുവാടാ. പതിയെ തിന്നാൽ പനയും തിന്നാം. ഞാൻ പന തിന്നാൻ പോയി. കണ്ണനാ തീരാറായ പതിയെ തിന്നാൽ പനയും തിന്നാം. ചളി അടിച്ചു. അയ്യോ, ആ ചളി ഇതിൽ തെറിച്ച് കുറച്ച് ചളിയായി പോയി. അത് കഴിക്കട പേടിയാവണേ. കണ്ണൻ ഇതാ പോളി ചെയ്തോണ്ടിരിക്കുന്നു. എല്ലാവർക്കും തൊണ്ട ഇരിക്കരുത്. ജയൻചേട്ടൻ മയോണൈസ് കൂട്ടിയല്ലേ? ഞാൻ ഒറ്റക്ക് മയോണൈസ് ഇഷ്ടമാണ്. അധികം വെള്ളം കുടിച്ചാൽ കഴിക്കും. കുഞ്ഞു ഇത്ര കറുവാപ്പട്ട തിന്നാൻ പറ്റില്ല. അതൊക്കെ തിന്നണമെന്നുണ്ട്. എല്ലാം ക്ലീൻ ആയിരിക്കണം. ശരി, ഇന്നെ ചേട്ടൻ പയ്യായിപ്പോയെ. ഇംഗ്ലീഷ് അങ്ങനെയൊക്കെയാ. എനിക്ക് തൊണ്ടവേന എടുക്കുന്നുണ്ട്.
ഉണ്ണിമോൾ അങ്ങനെ കുഞ്ഞു അങ്ങനെ എന്നാലും കുഞ്ഞു ഉണ്ണി ഒരേപോലെ ഏകദേശം ഒരേപോലെയാ വരുന്നേ. പക്ഷെ ഇവിടെ ചേട്ടായി ഇതാ ജയിച്ചുകൊണ്ടിരിക്കുന്നു. ചേട്ടായി തുപ്പരുത് കേട്ടോ. അയ്യോ ചിരിക്കാൻ വയ്യ. കണ്ണ് ചിരിച്ചു. ഇല്ല കണ്ണന് ചിക്കൻ ഉണ്ട്. അച്ഛയും കണ്ണനും കൂടിയാണ്. നിങ്ങളിപ്പൊ ഞങ്ങള് നോക്കുന്നില്ല. എടാ ഉണ്ണി ജയിച്ചടാ. നീ കൊത്തലെന്ന് പറഞ്ഞു. പക്ഷെ ചേട്ടാ ആഞ്ഞുടി ചേട്ടാ. ഞാൻ കുടിച്ചോളാം. അല്ല ചോറുണ്ടെന്നായിരുന്നു നിന്റെ പ്ലേറ്റ്. അങ്ങനെ കണ്ണൻ ജയിച്ചിരിക്കുന്നു. എന്നാലും ഏകദേശം ഒപ്പാട്ടാ അച്ഛൻ. എല്ലാം കൂടി തിന്ന് ആടാവും. നീ രണ്ട് കഴിഞ്ഞു. കണ്ണൻ കഴിഞ്ഞു. അച്ചക്കത്ര നിൽക്കുന്നുണ്ട്. ശകലയുള്ളു. എന്നാലും വലിയ രണ്ടുപേരും ഏകദേശം ഒപ്പത്തിനൊപ്പം. ഇതെടുത്ത് കഴിഞ്ഞു. സാലഡ് നിങ്ങൾ തമ്മിൽ നോക്കി. ഞാൻ കഴിച്ചു നോക്കട്ടാ. എടാ അവിടെ തീർത്തടാ. അമ്മയും പോയി. അയ്യോ അവള് തീർത്തു. ഞാൻ നീ തീർക്കുന്നു. ഇല്ല തീർന്നിട്ടില്ല. അവളുടെ ചിക്കൻ തീർന്നിട്ടില്ല. വെള്ളം കുടിക്കണ പോലുമില്ല. അവള് വെള്ളം നീ വെള്ളം ഇത് രക്ഷയാ. ഒരു കുപ്പി വെള്ളം കുടിച്ചു തീർത്ത്. അവള് സ്ലോയിലിരുന്നു. വളരെ പയ്യാട്ടോ അവളിവിടെ അല്ലേ? അവള് വളരെ പയ്യിരുന്നു. കണ്ടോടാ കുഞ്ഞു പറയട്ടെ. കണ്ടോടാ ഞാൻ കഴിഞ്ഞു. ഇതിനകത്തില്ല കേട്ടോ. ഇതെല്ലാം എല്ലാരും കഴിഞ്ഞു. ഞാൻ മക്കളും ഞാൻ കഴിഞ്ഞു. ഗൈസ് അങ്ങനെ സംഭവം 7 മിനിറ്റ് അല്ലേ? 7 മിനിറ്റ് കൊണ്ട് എല്ലാരും കഴിച്ചു. ഈ എന്റെ ഇത് ചിക്കൻ അല്ലേ? ഇതിന്റെ എല്ലാം കേട്ടോ. കണ്ടോ ഇതിന്റെ എല്ലാണ്. കഴുകൻ മാംസം കഴിച്ചിട്ടിരിക്കുന്നില്ലേ? ഞാൻ മാത്രം. അവൾ ഇപ്പഴാ വെള്ളം കുടിക്കുന്നത്. കണ്ടോ അവൾ വെള്ളം കുടിച്ചില്ല. ബുദ്ധിപൂർവ്വം കളിക്കണം. പൊട്ടത്ര അവനുണ്ടല്ലോ ഗൈസ് വെള്ളം കുടിച്ചോണ്ട് കഴിച്ചിട്ടാണ്. വെള്ളം കുടിച്ചാൽ കഴിക്കാൻ പറ്റില്ല. ഞാനോട് പലവട്ടം പറഞ്ഞു കളി തുടങ്ങണേ ഇതാവും. പക്ഷെ വെള്ളം കുടിച്ചു. അയ്യോ ഞാൻ പക്ഷെ പതിയെ തിന്ന്. ഞാൻ പന തിന്നു. എന്റെ കുപ്പി ഞാൻ കളി. ഗൈസ് അങ്ങനെ നമ്മുടെ ഗെയിം എല്ലാരും കഴിച്ചിട്ട് വരാം ഗൈസ്. എല്ലാവരുടെ എല്ലാം തീർന്നു കേട്ടോ. ഗൈസ് നമ്മുടെ ചലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഒറ്റ ഒരെണ്ണങ്ങളോ അനങ്ങളില്ല കേട്ടോ. അച്ഛകേറി പൊക്കത്തിരിക്കുകയാണ്. അയ്യോ ഗൈസ് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഉള്ളതിൽ ഞാൻ ജയിച്ചു. ചേട്ടായി അച്ഛൻ കൂടെ ഉള്ളതിൽ അവൻ തോറ്റതിനടുത്ത് സന്തോഷപ്പെട്ടു. അച്ഛൻ ചേട്ടായിലും ചേട്ടായി ജയിച്ചു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും വിന്നർ. അപ്പൊ ഇവരാണെങ്കിൽ ഉണ്ടല്ലോ ആദ്യം സ്പീഡിൽ കഴിച്ചു കിട്ടാ. ഞാൻ പതിയെ കഴിച്ചോണ്ടിരുന്നപ്പോ സ്പീഡിൽ കഴിച്ച് പകുതി എത്തിയപ്പോ കുഞ്ഞു വിഷമിച്ചു. അപ്പൊ ഞാൻ എനിക്ക് കഴിക്കാൻ തുടങ്ങി. എന്നാച്ചാ ഇവൻ കൂടുതൽ വെള്ളവും കുടിച്ചിട്ട. ഇതേ അത് കുടിച്ചില്ലേ? അത്ര തുള്ളി വെള്ളം ഇല്ലാണ്ട് അവൻ കുടിച്ച് തീർത്ത് കഴിക്കുന്നതിനുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ അതുമല്ല ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല കഴിച്ചു. ഇവൻ ഉച്ചക്ക് പോയി ഒരു പ്ലേറ്റ് ചോറ് ഫുള്ളും കഴിച്ചിട്ടാ കേട്ടോ വന്നെ. അവനോട് പറഞ്ഞാണ് എടാ ഈറ്റിംഗ് ചാലഞ്ച് ഉള്ളതാണ്. ചോറ് കഴിക്കണ്ടടാന്ന് പറഞ്ഞപ്പ എന്താ പറഞ്ഞ ചോറ് കഴിക്കണം അല്ലേ?
ഞാൻ ചോറ് കഴിക്കണമെന്ന് പറഞ്ഞു പോയി അവൻ ചോറ് കഴിച്ചാണ്. ചാളക്കറിയും ചോറും കൂടി കഴിച്ചു. അതെ കഴിച്ചു, ചാളക്കറിയും ചോറും കൂടി കഴിച്ച് വയറ് നിറച്ച് കഴിച്ചെന്നാണ് പറഞ്ഞെ. കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കാത്തോണ്ടാട്ട. അപ്പൊ Guys, അപ്പൊ ഗൈസ് നമുക്ക് അതിനിടയ്ക്ക് ഇവര് ഓരോ ചളി അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുന്നത് വെച്ചാ ചളി എന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞ് ചളി തെറിച്ചെന്ന് പറഞ്ഞ് സീരിയസ്. ഞങ്ങൾക്ക് ആർക്കും സംസാരിക്കാൻ പറ്റില്ല ഇതിനിടയ്ക്ക് കഴിക്കുന്ന കാരണം. അടുത്തോട്ട് ഇനി ആര് ജയിക്കുമെന്നൊന്നും അറിയില്ല. ഓ അത് ഞാനേ ജയിക്കുള്ളൂ. ഇല്ല, അടുത്ത പ്രാവശ്യം ഉണ്ടല്ലോ കൈ പുറകിലേക്ക് കിട്ടും. ഇത് എന്നിട്ട് എല്ലാരും ഇങ്ങനെ 4 ദിശയിലും കമത്തി കിടക്കും. അതിന്റെ ഭാഗം മാത്രം ഇങ്ങനെ ഞാൻ കഴിക്കും. ഞാൻ കഴിക്കും. മത്തിയുടെ ഇത് തുടങ്ങിയപ്പോ അവൻ പറഞ്ഞ അവൻ ജയിക്കുമെന്നാ. ഞാൻ തോറ്റു. ഞങ്ങള് പറഞ്ഞു കഴിക്കാണെന്ന്. കഴിച്ചിട്ട് 2 മണിക്കൂറായി എല്ലാം ദഹിച്ച് കഴിഞ്ഞ്. പക്ഷെ ഒരു കണക്കിന് പറയുകയാണെങ്കിൽ അവരാണ് വിന്നർ. കാരണം അത്രയും കപ്പാസിറ്റി ഉണ്ടാവില്ല ആമാശയത്തിന്. അത് അവൻ വെള്ളം കുടിക്കാതെ തന്നെ അവന് നെറുകി കയറൂട്ടാ. അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.